നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ മാത്യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടും എന്നും വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുമാണ്. വിജയ് മറ്റ് സിനിമാ നടന്മാരെ പോലെയല്ല. വിജയ്ക്ക് തമിഴ്നാട്ടിൽ ശക്തമായൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ വിജയ്ക്ക് സ്വന്തമായ ശക്തമായ ഐഡിയകളും അതിനനുസരിച്ച് അദ്ദേഹം നടത്തുന്ന ഓരോ കാൽവയ്പുകളും വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയ് പോലെ തന്നെയുള്ളൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചിരഞ്ജീവി. ചിരഞ്ജീവി ആന്ധ്രയിൽ തെലുങ്ക് പ്രജാരാജ്യം പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുകയും എന്നാൽ അത് യാതൊരു രീതിയിൽ വിജയിക്കാതെ പോവുകയും അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം മാത്രം കിട്ടുകയും അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ വിജയ് ആ രീതിയില്ല. വിജയുടെ ഓരോ ചുവടുവെപ്പുകളും ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയം മനസ്സിലാക്കിയും അദ്ദേഹം ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചുമാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് പ്രായമായി സിനിമാ ഫീൽഡിൽ നിന്ന് ഏകദേശം ഔട്ടാകുന്ന ഒരു സമയത്തല്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിൽ ഏകദേശം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാൽവെപ്പ് ശരിക്കും ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിജയ് സിനിമയിൽ വളരെ ശക്തനായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ വൻ വിജയങ്ങളാണ്. അദ്ദേഹം കോടികൾ പ്രതിഫലം പറ്റുന്ന ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവർ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി രാഷ്ട്രീയത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ കരൂരിൽ നടന്നിരിക്കുന്ന ഈ അപകടം. 45 പേര് മരിച്ചു. ഈ അപകടത്തെ വിജയ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഭവം അദ്ദേഹത്തിന് വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുകയും അത് ഭരിക്കുന്ന ഭരണപക്ഷിയുടെ പരാജയമാണെന്ന് തമിഴ്നാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രിയായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇതിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി വിസ്മൃതിയിലായി പോവുകയും ചെയ്യും. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം 100% അദ്ദേഹം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം തിരിച്ചു വരികയും അതുപോലെ സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹം വലിയൊരു ഭീഷണിയായിരിക്കും. ഭാവിയിൽ വിജയ് തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹം ശരിക്കും പിന്തുടരുന്നത് തെലുങ്കിൽ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ഒരു YSR കോൺഗ്രസിന്റെ YSR റെഡ്ഡിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ യാത്ര നടത്തുകയും എല്ലാ ജനങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയും അങ്ങനെ അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹമായി മാറുകയും ചെയ്തു. ഇതേ അവസ്ഥ കാര്യം തന്നെ വിജയ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും തമിഴ്നാട് ജനങ്ങൾ അദ്ദേഹത്തെ 100% കൈയടിച്ച് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ ശക്തമായ വോട്ട് ലഭിക്കും. അദ്ദേഹം ഉയർത്തുന്ന ആ കാര്യങ്ങളെല്ലാം ഓരോ തമിഴ്നാട്ടിലെ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒരിക്കലും വിജയ് വളരെ വേഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കമലഹാസൻ പാർട്ടി ഉണ്ടാക്കി, അതുപോലെ വിജയകാന്ത് പാർട്ടി ഉണ്ടാക്കി, അതുപോലെ രജനീകാന്ത് ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷെ രജനീകാന്ത് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. അദ്ദേഹം വളർന്നതൊക്കെ കർണാടകയിലാണ്. തമിഴ്നാട്ടിൽ ഒന്ന് സൂപ്പർ സ്റ്റാർ ആയി എന്നുള്ളത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള രീതിയിൽ മെഗാസ്റ്റാർ ആണെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട സമയത്ത് ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. പക്ഷെ വിജയ് കറക്റ്റ് സമയത്താണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ത്തിന്റെ താരപരിവേഷത്തിന് ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഈ രാഷ്ട്രീയമായി ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. ഈ അപകടം വിജയ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും വിജയുടെ ഇനി മുമ്പോട്ടേക്കുള്ള പോക്ക്. തീർച്ചയായും വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളാണ്. സാധാരണ ഒരു സിനിമാക്കാരനെ പോലെയോ അതുപോലെ ഒരാളെ പോലെ വളരെ ക്രൂക്കഡും വളരെ കണ്ണിങ്ങും ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും അങ്ങനെയാണ്. അദ്ദേഹം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ അവിടെയുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടവുമാണ്. കേരളത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഇനി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എൻ്റെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ സിനിമയിൽ പെർഫോം ചെയ്യുന്ന പോലെയല്ല രാഷ്ട്രീയത്തിൽ റീടേക്കുകളില്ല. എത്ര വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻസിഡന്റോട് ഇല്ലായ്മപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ സംഭവത്തെ വിജയ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് അഡ്വൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും വിജയ് മുമ്പോട്ടേക്ക് ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ എത്രത്തോളം പോയിന്റ് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചിരിക്കും വിജയുടെ ഇനിയുള്ള മുൻപോട്ടേക്കുള്ള പ്രയാണം. അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, വിജയ് ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഈ അപകടം പോലും അദ്ദേഹത്തിന്റെ ഒരു മൈലേജ് ആക്കി മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് തീർച്ചയായും അടുത്ത ഇലക്ഷനിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ട്.